ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഈ ഒരു പ്രാക്ടീസ് സാരി ഡ്രേപ്പിംഗ് വീഡിയോ ആണ്. നമ്മൾ ഈ ഒരു പ്രാക്ടീസ് സാരി യൂസ് ചെയ്യുന്നത് ഡാൻസ് പ്രാക്ടീസിന് വേണ്ടിയിട്ടാണ്. പ്രത്യേകിച്ചും ക്ലാസിക്കൽ ഡാൻസേഴ്സാണ് ഈ ഒരു പ്രാക്ടീസ് സാരി യൂസ് ചെയ്യുന്നത്. നമ്മൾ റിഹേഴ്സൽസിനും പ്രാക്ടീസിനൊക്കെ വേണ്ടിയിട്ട് യൂണിഫോം ആയിട്ടാണ് നമ്മൾ ഈ ഒരു സാരി യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ എങ്ങനെയാണ് ഈ ഒരു സാരി ഡ്രേപ്പ് ചെയ്യുന്നത് എന്നുള്ളതാണ് കാണാനായിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ നോർമൽ സാരി പോലെയല്ല ഈ ഒരു പ്രാക്ടീസ് സാരിക്ക് താഴോട്ടുള്ള ലെങ്ത്ത് വളരെ കുറവായിരിക്കും. നമ്മുടെ ആ ഒരു മുട്ടിന് കുറച്ച് താഴെ വരെ ലെങ്ത്ത് കാണുള്ളൂ, നമ്മുടെ യൂഷ്വൽ സാരി പോലെ അല്ല. അപ്പോൾ നമ്മൾ ഇതുപോലെ ഒരു സാരി ആദ്യം വാങ്ങാനായിട്ട് കിട്ടുമ്പോഴത്തേക്ക് ഒരു 5 അല്ലെങ്കിൽ ഒരു 5.5 മീറ്റർ മാത്രമേ കാണത്തുള്ളൂ. നമ്മുടെ യൂഷ്വൽ സാരിയുടെ ലെങ്ത്ത് തന്നെയായിരിക്കും. പക്ഷെ നമ്മൾ ഡാൻസ് പ്രാക്ടീസിന് വേണ്ടി യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് കുറച്ചും കൂടെ ലെങ്ത്ത് ആവശ്യമുണ്ട്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ആ ഒരു സാരിയുടെ സെയിം കളറിലുള്ള 1 മീറ്റർ ഫാബ്രിക്കും കൂടെ വാങ്ങിച്ച് നമുക്ക് ഇതിലേക്ക് ചേർത്തൊന്ന് അടിച്ചു കൊടുക്കാവുന്നതാണ്. ഞാൻ അവിടെ നേരത്തെ കാണിച്ച ആ ഒരു ഗ്രീൻ കളർ ആ ഒരു ഫാബ്രിക് യൂസ് ചെയ്തിട്ട് ആ ഒരു സാരിയിലേക്ക് അടിച്ചു കൊടുത്തിട്ടുണ്ട്. കാരണം നമുക്ക് കുറച്ചും കൂടെ ലെങ്ത്ത് ഇവിടെ ആവശ്യമാണ്. അതിനുശേഷം ഞാൻ നമ്മുടെ ഈ ഒരു പല്ലു പോർഷൻ പ്ലീറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഈ ഒരു പല്ലു പോർഷൻ ആ ബാക്കി വരുന്ന ഫാബ്രിക് നമുക്ക് ഇതുപോലെ ഒന്ന് ചുറ്റി നമ്മുടെ ആ ഒരു വയറ് കംപ്ലീറ്റ് ആയിട്ട് ചുറ്റി കെട്ടിക്കൊടുക്കാനുള്ളതാണ്. അപ്പോൾ അത്രയും ലെങ്ത്ത് നമുക്ക് ഈ ഒരു സാരിക്ക് ആവശ്യമാണ്. അപ്പോൾ ആ ഒരു പല്ലു പോർഷൻ്റെ ലെങ്ത്ത് നോക്കിയതിന് ശേഷം മാത്രം നല്ല രീതിക്ക് തന്നെ നമുക്ക് ഈ ഒരു പല്ലു പോർഷൻ പ്ലീറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. നമുക്ക് സാരിക്ക് മാച്ചാകുന്ന രീതിക്ക് ഒരു ബ്ലൗസും അതുപോലെ തന്നെ പാൻസും ഇട്ട് കൊടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ലെഗിൻസ് യൂസ് ചെയ്യാം. ഞാനിവിടെ പട്ടിയാല പാൻസാണ് യൂസ് ചെയ്യുന്നത്. കാരണം പട്ടിയാല പാൻസ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഡാൻസ് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ കംഫർട്ടബിൾ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ഈ ഒരു പട്ടിയാല പാൻസ് യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. അതിനുശേഷം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ടക്കിൻ ചെയ്ത് കൊടുക്കുന്ന ഈ ഒരു പോർഷനിലെ 1 മീറ്റർ ഫാബ്രിക് ഞാൻ സെപ്പറേറ്റ് വച്ച് സ്റ്റിച്ച് ചെയ്തതാണ്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ നല്ല ലെങ്ത്ത് ഈ ഒരു സാരിക്ക് കിട്ടും. ഇനി നമ്മൾ നോർമൽ സാരി എടുക്കുന്ന പോലെ തന്നെയാണ് ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഒരു ചുറ്റി കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ ഒരു പാൻസിൻ്റെ ഉള്ളിലേക്ക് ടക്കിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ പല്ലു പോർഷൻ ബ്ലൗസിനോട് ചേർത്ത് വെച്ചിട്ട് നമുക്ക് പിൻ വെച്ച് കൊടുക്കാം. ഇനി നമ്മൾ ബാക്കിയെല്ലാം നമ്മുടെ നോർമൽ സാരി ഉടുക്കുന്ന അതേ രീതിക്ക് തന്നെയാണ് ചെയ്യുന്നത്. നമ്മുടെ ഈ ഒരു ഹിപ്പ് പോർഷൻ്റെ ഈ ഒരു പ്ലീറ്റ് നല്ല രീതിക്കൊന്ന് വലിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് അവിടെ ഒന്ന് പിൻ വെച്ച് കൊടുക്കാം. നമ്മൾ യൂഷ്വൽ സാരി ഉടുക്കുന്ന പോലെ ഒത്തിരി താഴേക്ക് വെച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. ആ ഒരു പാൻസിനോട് ചേർത്ത് വെച്ചിട്ട് നമുക്ക് പിൻ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമ്മൾ ബാക്കി വരുന്ന കംപ്ലീറ്റ് പ്ലീറ്റ്സും നമുക്ക് നല്ല രീതിക്ക് തന്നെ പ്ലീറ്റ്സ് എടുത്ത് കൊടുക്കാം. കുഞ്ഞു പ്ലീറ്റ്സ് എടുത്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഒത്തിരി പ്ലീറ്റ്സ് കിട്ടും. ഇതുപോലെ കുട്ടി പ്ലീറ്റ്സ് മാത്രം എടുത്ത് ഒത്തിരി പ്ലീറ്റ്സ് അവിടെ ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ആ ഒരു ഡാൻസ് സാരിക്ക് നല്ല ഭംഗിയുണ്ടാവും കാണാനായിട്ട്. അപ്പോൾ ഇതുപോലെ കുട്ടി പ്ലീറ്റ്സ് ഞാൻ എടുത്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 1 മീറ്റർ ഫാബ്രിക് വെച്ച് അടിക്കുവാണെങ്കിൽ മാത്രമേ ഇത്രയും പ്ലീറ്റ്സ് നമുക്ക് കിട്ടുകയുള്ളൂ. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന കിട്ടുന്ന ആ ഒരു സാരിക്ക് അധികം ലെങ്ത്ത് കാണത്തില്ല. അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് നല്ല രീതിക്ക് തന്നെ പ്ലീറ്റ്സ് കിട്ടാനുള്ള ചാൻസ് ഇല്ല. അപ്പോൾ നിങ്ങൾ സാരി വാങ്ങിച്ചതിന് ശേഷം 1 മീറ്റർ ഫാബ്രിക് വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. ഇനി നമ്മുടെ ഈ ഒരു താഴെ വരുന്ന പ്ലീറ്റ്സ് കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ ആ ഒരു പാൻസിൻ്റെ ഉള്ളിലേക്ക് ടക്കിൻ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇത്ര മാത്രം ഫാബ്രിക്കേ നമുക്ക് ബാക്കി വന്നിട്ടുള്ളൂ. അത് നമുക്ക് നമ്മുടെ പാൻസിൻ്റെ ഈ ഒരു ബാക്ക് സൈഡിലേക്ക് വെച്ചിട്ട് ടക്കിൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത്ര മാത്രമേ ഉള്ളൂ. നമുക്ക് ആ ഒരു പ്ലീറ്റ്സിൻ്റെ അവിടെ വേണമെങ്കിൽ പിൻ വെച്ച് കൊടുക്കാം. ഞാനിവിടെ പിന്നൊന്നും യൂസ് ചെയ്യുന്നില്ല. ഇനി നമ്മുടെ ആ ഒരു ബാക്കി വന്നിട്ടുള്ള ഈ ഒരു പല്ലു പോർഷൻ്റെ ആ ഒരു പോർഷൻ കംപ്ലീറ്റ് ആയിട്ട് വയറിൻ്റെ താഴെ കൂടെ നമ്മുടെ ആ ഒരു മുകൾ വയറിലല്ല, കുറച്ചും കൂടെ താഴെയാണ് ഈ ഒരു കെട്ട് നമ്മൾ കെട്ടേണ്ടത്. ഇതുപോലെ നന്നായിട്ട് ചുറ്റിയതിന് ശേഷം നന്നായിട്ട് മുറുക്കി തന്നെ ഒന്ന് കെട്ടിക്കൊടുക്കാം. അപ്പോൾ അത്ര മാത്രമേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഡാൻസ് സാരി ഡ്രേപ്പിംഗ് വീഡിയോ ആണ്. നമ്മുടെ റെഗുലർ സാരിയിലും ഇതുപോലെ ഡാൻസ് സാരി ആയിട്ട് ഉടുക്കുന്നവരുമുണ്ട്. പക്ഷെ അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് ഒത്തിരി നമുക്ക് ലെങ്ത്ത്, നമ്മുടെ റെഗുലർ സാരിക്ക് ലെങ്ത്ത് ഒത്തിരി കൂടുതലാണ്. പക്ഷെ അതിനേക്കാളും ഇതുപോലൊരു പ്രാക്ടീസ് സാരി യൂസ് ചെയ്യുന്നതാണ് കുറച്ചും കൂടെ നല്ലത്. നമുക്ക് നല്ല കംഫർട്ടബിൾ ആയിരിക്കും. അതുപോലെ തന്നെ ഇതിൻ്റെ ക്ലോത്ത് വന്നിട്ട് പ്യുവർ കോട്ടൺ മെറ്റീരിയലാണ്. നമുക്ക് ഇടുമ്പോൾ തന്നെ നല്ല
സുഖമാണ്, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ് നമ്മുടെ ഈ ഒരു ഡാൻസ് സാരിയുടെ മെറ്റീരിയൽ. നമുക്ക് പ്രാക്ടീസ് സമയത്ത് മാത്രമല്ല, ചെറിയ രീതിക്ക് സ്റ്റേജ് പെർഫോമൻസിനൊക്കെ ഈ ഒരു സാരി യൂസ് ചെയ്യാവുന്നതാണ്. നമുക്ക് നല്ല രീതിക്ക് ഓർണമെൻറ്റ്സും ജ്വല്ലറിയും ഹെയർ സ്റ്റൈലൊക്കെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് സ്റ്റേജിൽ ഒരു പെർഫെക്റ്റ് ഒരു ഡാൻസ് കോസ്റ്റ്യൂം പോലെ തന്നെ ഈ ഒരു സാരി നമുക്ക് കിട്ടും. നമ്മുടെ ആ ഒരു വയറിൻ്റെ പോർഷനിലും ഞാൻ 2 സൈഡിലുള്ള ആ ഒരു ഫാബ്രിക്കും ചേർത്തിട്ട് അവിടെ ഒന്ന് പിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയതാണ്. ഇതുപോലെ പിൻ വെച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല കംഫർട്ടബിൾ ആയിട്ട് തന്നെ ഡാൻസ് ചെയ്യാനായിട്ട് പറ്റും. അവിടെ പിൻ വെച്ച് കൊടുത്തില്ലെങ്കിലും ഒരു പ്രശ്നവും ഇല്ല. ഞാൻ ഈ ഒരു സാരി വെച്ചിട്ട് ഒരു ഡാൻസ് ഷോർട്ട് വീഡിയോസൊക്കെ നമ്മുടെ ഷോർട്സിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. നിങ്ങളുടെ അടുത്ത ഡാൻസ് പ്രാക്ടീസിന് അല്ലെങ്കിൽ ഒരു പെർഫോമൻസിന് തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞിട്ടുള്ള ഇത്രയും ടിപ്സ് നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിക്ക് തന്നെ ഈ ഒരു ഡാൻസ് സാരി ഡ്രേപ്പ് ചെയ്യാനായിട്ട് പറ്റും. തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു സാരി ഡ്രേപ്പിംഗ് ട്രൈ ചെയ്തതിന് ശേഷം ഇതിൻ്റെ ഫീഡ്ബാക്ക് എന്താണെന്നുള്ളത് തീർച്ചയായിട്ടും എന്നെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള അടിപൊളി വീഡിയോസായിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.